കൂട്ടുകാരെ, മല്ലൂഫ്ലിക്സിൻ്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മളിവിടെ നോക്കുന്നത്. 2019 ഗെയിം ഓവർ സിനിമ റിലീസ് ചെയ്യുന്നത്. അന്ന് തൊട്ട് ഈ സിനിമയുടെ എൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ഈ ടാറ്റൂവിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. വേറെ ചില ആൾക്കാർ ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്, ഇതെല്ലാം ഒരു ഡ്രീം സ്റ്റേറ്റിൽ നടക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഇന്നത്തോടെ ഈ ഒരു കോൺട്രവേഴ്സി അവസാനിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഗെയിം ഓവറിൻ്റെ എൻഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഈ കോൺട്രവേഴ്സി നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയത്, അതായത് നിങ്ങൾക്ക് ആ എൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, അത് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും ഒരു ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ആദ്യം ഈ എക്സ്പ്ലനേഷനും അതേപോലെ ശരിയും തെറ്റും ഒക്കെ നോക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു കാര്യം നോക്കാം. എന്താണ് ഡ്രീം സ്റ്റേറ്റ്? അതായത് എല്ലാം ഒരു ഇല്യൂഷനാണ്, എല്ലാം ഒരു മനസ്സിൽ തോന്നുന്ന കാര്യമാണ് എന്നത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യമേ പറഞ്ഞു, വളരെ ലോജിക്കലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ നൽകുന്നത് എന്ന്. അതുകൊണ്ട് ലോജിക്കലി തന്നെ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കുറേ ഫാക്ട്സ് വേണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളുള്ളത് റിയാലിറ്റി ആണോ അതോ ഒരു ഡ്രീം സ്റ്റേറ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞങ്ങൾ നടത്തിയ ഒരു സ്റ്റഡി വെച്ചിട്ട് ഇങ്ങനെയാണ്. നമ്മൾ ഈ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഡ്രീം സ്റ്റേറ്റിൽ വരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ പുതിയതായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. അതെല്ലാം തന്നെ നമ്മൾ നേരത്തെ, അതായത് ആ സ്വപ്നം കാണുന്നതിൻ്റെ മുന്നേ നമ്മൾ റിയാലിറ്റിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളാണ്. അതിപ്പോൾ ഒരാളാവാം, ഒരു സിനിമയിലെ ഒരു സീനാവാം, അങ്ങനെ അത് പലതുമാവാം. അതായത് നമ്മൾ ഡ്രീം സ്റ്റേറ്റിൽ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ഈ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് റിയാലിറ്റിയും ഡ്രീം സ്റ്റേറ്റുമായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഇത് ഡ്രീം സ്റ്റേറ്റ് ആണോ അല്ലയോ എന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. നമുക്ക് നേരെ ഓപ്പോസിറ്റും ചെയ്യാം. അതായത് ഒരു ഡ്രീം സ്റ്റേറ്റ് എടുത്തിട്ട് ആ ഡ്രീം സ്റ്റേറ്റിൽ വന്ന എന്തെങ്കിലും കാര്യങ്ങൾ റിയാലിറ്റിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത്. ആ അവസാനം വന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു ലൂപ്പിൽ പെടുന്ന ആ ഒരു സീന്, ആ സീനിലെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഈ റിയാലിറ്റിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇത് ആ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണോ, അങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുവഴിയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ചുമ്മാ ഫാൻ തിയറീസ് അടിച്ചിറക്കുകയല്ല, വ്യക്തമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും ഓരോ ഫൈൻഡിങ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫൈൻഡിങ് എന്താണെന്ന് നോക്കാം. സിനിമയുടെ ഡയറക്ടർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ പാക്മാൻ എന്ന ഗെയിമും ഈ സിനിമയുടെ കോൺസെപ്റ്റുമായിട്ടുള്ള ഒരു ബന്ധം. സിനിമ കണ്ട എല്ലാവർക്കും ഇത് ഓർമ്മയുണ്ടാവും. ഈ പാക്മാൻ്റെ ഗെയിമും ഈ ഒരു സ്ക്രീനും ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ സ്വപ്ന ഈ ഗെയിം സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. ആ ഹൈ സ്കോർ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സ്വന്തം ഹൈ സ്കോർ തന്നെ. അപ്പോൾ ആക്ച്വലി എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാക്മാൻ്റെ ഒറിജിനൽ ഗെയിം ഉണ്ടല്ലോ, ഒറിജിനൽ ഗെയിമിൽ ആ ഒരു ചെറിയ മോൺസ്റ്റേഴ്സ് പോലത്തെ നമ്മളെ പിടിക്കാൻ വരുന്ന ആ ഒരു ആൾക്കാരുണ്ടല്ലോ, ഒറിജിനൽ ഗെയിമിൽ ഇത് 4 പേരാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് VFX ചെയ്ത് അതിനെ 3 ആക്കിയിരിക്കുകയാണ് ഇവിടെ. ആക്ച്വലി നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് ഈ സിനിമയിൽ പാക്മാൻ കാണിക്കുമ്പോൾ 3 വില്ലന്മാർ അല്ലെങ്കിൽ 3 ഈ മോൺസ്റ്റേഴ്സ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ പാക്മാൻ നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ള കളിയാണ്. 3 ലൈഫുകളാണ് നമുക്ക് കിട്ടുക. 3 തവണ നമ്മൾ മരിച്ചാലും അതേപോലെ ജീവനോടെ വരും. ഈ ആർക്കേഡ് ഗെയിംസിൻ്റെയൊക്കെ ഒരു സ്ഥിരം ഒരു ശൈലിയായിരുന്നു ഇത്. മാരിയോ പോലത്തെ ഗെയിമുകളുടെയൊക്കെ 3 തവണ നമുക്ക് മരിച്ചാലും അതേപോലെ ജീവനോടെ വരും. ഈ 2 കാര്യം നമ്മളൊന്ന് നോട്ട് ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലാവും. വെറുതെ ഒരു ഗെയിമർ മാത്രമല്ല സ്വപ്ന, ഗെയിംസൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ എത്രത്തോളം ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഈ ആർക്കേഡ് ഗെയിംസിൻ്റെ, സ്വപ്ന സ്ഥിരമായിട്ട് കളിക്കുന്ന ആർക്കേഡ് ഗെയിംസിൻ്റെ ഒരു ശൈലിയിൽ തന്നെയാണ് നമുക്ക് സെക്കൻഡ് ഹാഫിലെ ആ ഒരു സീന് വരുന്നത്. അതേപോലെ 3 വില്ലന്മാരുമാണ് സിനിമയിൽ അവസാനം വരുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫൈൻഡിങ്സ് നോക്കാം. സിനിമയിൽ സ്വപ്നയുടെ റൂം കാണിക്കുന്നുണ്ട്. ഒരു ഗെയിമറിൻ്റെ റൂം എങ്ങനെയായിരിക്കണം അതേപോലെയാണ് ഇവിടെ സ്വപ്നയുടെ റൂം ഉള്ളത്. അതിന് ആർട്ട് ഡയറക്ടറിനൊക്കെ പ്രശംസിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. 2-3 പോസ്റ്റേഴ്സും അതിലെ കുറച്ച് മെസ്സേജസും നമ്മളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നിൽ പറയുന്നത്, വാട്ട് ഈഫ് ലൈഫ് ഈസ് എ വീഡിയോ ഗെയിം ആൻഡ് ദേജാവു ഈസ് ദ ചെക്ക് പോയിൻറ്റ്സ് എന്നുള്ളൊരു
വലിയൊരു പോസ്റ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനും അർത്ഥം നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ദേജാവു വ്യക്തമാക്കുന്നത്. ഇപ്പം നമ്മുടെ മെമ്മറിയിൽ നമ്മൾ ഓൾറെഡി കണ്ട കാര്യം വീണ്ടും സംഭവിക്കുമ്പോഴാണല്ലോ ഒരു ദേജാവു സംഭവിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയല്ലേ ആക്ച്വലി ആ സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന കാര്യവും. നമ്മൾ ഈ ഫസ്റ്റ് ഫൈൻഡിങ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഒരു ദേജാവു പോലെ ഈ ഒരു സെക്കൻഡ് ഹാഫിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഫോർ ഷാഡോയിങ് ആണ്. അതായത് സിനിമൻ്റെ ക്രിയേറ്റേഴ്സ് നേരിട്ട് പറയാതെ വേറൊരു രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പോസ്റ്റേഴ്സിൽ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഏറ്റവും ലോജിക്കലായിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം. ആദ്യം ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്വപ്നനെ ഡയഗ്നോസ് ചെയ്ത ആ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടർ പറയുന്നുണ്ട് ഒരു ആനിവേഴ്സറി റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരും. ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് ലൈഫിൽ എന്തെങ്കിലും വലിയൊരു ട്രോമ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ അതേ സമയത്ത്, അതായത് നെക്സ്റ്റ് ഇയർ അതേ ഒരു സമയത്ത് ഒരു സൈക്കോളജിക്കൽ പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ വരാം എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ കൂടുതലൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ന്യൂ ഇയറിൻ്റെ ആ ഒരു ദിവസമാണ് സ്വപ്നനെ റേപ്പ് ചെയ്യപ്പെട്ടത്. അതിൻ്റെ അടുത്ത വർഷമാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. രണ്ടും ഡിസംബർ 31 തന്നെയാണ് സംഭവിക്കുന്നത്. ഡോക്ടർ ഇത് ഓൾറെഡി നേരത്തെ പ്രഡിക്റ്റ് ചെയ്തു. അത് കൂടാതെ ആ VR സീനൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 3 ലെവൽസിലാണ് അതും ഇവിടെ കാണിക്കുന്നത്. ആദ്യം ലൈറ്റ് ഉള്ളത് പോലത്തെ, പിന്നെ ലൈറ്റ് ഇല്ലാതെ, പിന്നെ ഒട്ടും ലൈറ്റ് ഇല്ലാതെ. അപ്പോൾ അവിടെ നിന്ന് ഈ 3 ലെവൽസിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. അതും നമുക്ക് ഈ ഒരു ഫോർ ഷാഡോയിങ് ആയിട്ട് വരും ഈ ഒരു ലൂപ്പിൻ്റെ ആ ഒരു സീനുമായിട്ട്. ആദ്യം വലിയ ഹാർഡായിട്ടുള്ളത്, പിന്നെ ഒരു മീഡിയം, അത് കഴിഞ്ഞിട്ട് ഈസി. അങ്ങനത്തെ ഒരു 3 ലെവൽസിൽ ആയിട്ട് നമുക്ക് ഈ 2 സിറ്റുവേഷൻസിനെയും ഈ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു VR-ൻ്റെ ആ ഒരു സിറ്റുവേഷനും നമ്മുടെ ലൂപ്പിൻ്റെ ആ ഒരു സിറ്റുവേഷനും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ ഈ ഫൈൻഡിങ്സിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഈ ഡ്രീമിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുൻപ് കണ്ട ആൾക്കാർ മാത്രമല്ലേ ഇവിടെ കാണാൻ പറ്റുക. മുൻപ് കണ്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളുടെ ഒരു വേറൊരു വെർഷനാണ് നമ്മൾ ഡ്രീമിൽ കാണുക എന്നാണ് നമ്മുടെ ഒരു തിയറി. അങ്ങനെയാണെങ്കിൽ പോലീസുകാർ എങ്ങനെയാണ് ഈ ഡ്രീമിൽ വരിക എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആ 3 പേര് വരുന്നത് അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമല്ല. അവർ കംപ്ലീറ്റ്ലി ആ എല്ലാ സമയത്തും മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം സംഭവിക്കുന്നത് പോലീസുകാർ വരുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരനെയും സ്വപ്നം ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൂയിസൈഡിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ്. സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു മൊഴിയെടുക്കാൻ വരുന്ന 2 പോലീസുകാരുണ്ട്. അപ്പോൾ ആ ഒരു പോലീസുകാരനെ സ്വപ്നം നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് ആ പോയിന്റ് വീണ്ടും പ്രൂവ് ആവുകയാണ്. നേരത്തെ കണ്ട റിയാലിറ്റിയിൽ കണ്ട ആൾക്കാർ തന്നെയാണ് ഇവിടെ സ്വപ്നത്തിലും വരുന്നത്, അല്ലെങ്കിൽ ഈ ഡ്രീം സ്റ്റേറ്റിലും വരുന്നത്. ഇതൊരു സ്വപ്നമാണെന്ന് നമ്മൾ പറയുന്നില്ല, ഇതൊരു ഡ്രീം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ഫൈൻഡിങ്സിലേക്ക് പോവാം. ആദ്യം സ്വപ്ന ഒരു ഗെയിം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കെച്ചസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സ്കെച്ച് ചെയ്യുന്നതിൻ്റെ ഈ വെപ്പൺസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, ഒരു സോഡ് പോലത്തെ, ഒരു വാള് പോലത്തെ ഒരു വെപ്പൺ സ്കെച്ച് ചെയ്യുന്നുണ്ട് ഒരാളുടെ കയ്യിൽ. അതേപോലെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു വെപ്പണും, ഒരു കത്തി പോലെ, ഒരു വളഞ്ഞൊരു കത്തി പോലത്തെ ഒരു വെപ്പണും ഇവിടെ സ്കെച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ചെറിയൊരു സീനിലെ ഒരു ഗ്ലിംസ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ അവസാനം ആ ഒരു ലൂപ്പിൻ്റെ സീൻ എടുത്തു കഴിഞ്ഞാൽ ഈ 2 വില്ലന്മാരുടെയും കയ്യിലുള്ളത് ഒന്ന് ആ സോഡിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു വെപ്പണും, രണ്ടാമത് ഈ കത്തി പോലത്തെ അതേപോലത്തെ വെപ്പണുമാണ് പിന്നീട് നമുക്ക് അവസാനം കാണാൻ പറ്റുക ആ ഒരു ലൂപ്പിൻ്റെ സീനിൽ. ഇനിയും പ്രൂഫ് വേണോ എന്നൊരു ചോദ്യം ഇവിടെ വെച്ച് നമുക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വീണ്ടും പ്രൂവ് ആവുകയാണ്. ഓൾറെഡി കണ്ട അല്ലെങ്കിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഡ്രീം സ്റ്റേറ്റിലും കാണുക. അത് തന്നെ വീണ്ടും പ്രൂവ് ആവുകയാണ് ഈ ഒരു ഫൈൻഡിങ്സിലും. ഇനി നമ്മുടെ അവസാനത്തെ ഫൈൻഡിങ് എന്താണെന്ന് നോക്കാം. അവസാനത്തെ ആണി എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസാനത്തെ ഒരു ശക്തമായിട്ടുള്ളൊരു ഫൈൻഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സീനാണ്. ആ ലൂപ്പിൻ്റെ ആദ്യത്തെ സീനിൽ സ്വപ്ന ഞെട്ടി എണീക്കുന്നതാണ്. അതായത് ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെയാണ്. അതേപോലെ സിനിമ അവസാനിക്കുമ്പോൾ റിലാക്സ് ചെയ്ത് ഇരുന്ന് ഈ കണ്ണുകൾ അടയ്ക്കുന്നതാണ് നമ്മൾ അവസാനം കാണുന്നത്. അപ്പം അത് തന്നെ ഒരു ലൂപ്പായി മാറുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ഫോർ ഷാഡോയിങ് എന്ന് തോന്നുന്നു. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു ഡ്രീം സ്റ്റേറ്റിനെ സൂചിപ്പിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് കോഴ്സ് ഒരു ഇല്യൂഷനാണ്. ഒരു ഡ്രീം സ്റ്റേറ്റിലാണ് സ്വപ്ന ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്.
ആ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത്. ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് ഒരു സൊല്യൂഷനിൽ എത്താവുന്നതേ ഉള്ളൂ. ലോജിക്കലി സ്പീക്കിംഗ് ഇത് ഇല്യൂഷൻ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി ഈ ഒരു തർക്കത്തിൻ്റെ അവസാനമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും സീരീസിൻ്റെയോ സിനിമയുടെയോ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇതേപോലെ ഒരു നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.